ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെയും വർക്ക് ഫ്രം ഹോമിന്റെയും മറവിൽ സംസ്ഥാനത്ത് ഇവോക്ക എഡ്യൂടെക് എന്ന് പറയുന്ന സ്ഥാപനം അത് നടത്തിയത് കോടികളുടെ തട്ടിപ്പാണ് എന്ന് പറയുന്നു. കോളേജുകളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ പേരിൽ എത്തിയായിരുന്നു വിദ്യാർത്ഥികളെ സ്വാധീനിച്ചത്. വിദ്യാർത്ഥികളെ എത്തിച്ച ഇടനിലക്കാരെയും പറ്റിച്ചു. പണം തിരികെ ചോദിച്ചവർക്കെതിരെ വധഭീഷണി മുഴക്കുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുവിടുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പ്രതി രമിത്തിന്റെ ഭാര്യ ചിഞ്ചുവിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു. നമുക്ക് ആദ്യം അത് കേൾക്കാം. ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് തീർക്കണല്ലോ പേയ്മെന്റും കാര്യങ്ങളും. അതെ അതെ. ആരായിരിക്കില്ല ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്? നോ ഐഡിയ. അവരുടെ കാര്യത്തിൽ തീരുമാനമാണ്. ഇതൊന്നും അറിയാത്തതാണ്. അവരിനി അറിയില്ല കേട്ടോ ഏത് വഴിക്ക് അവർക്ക് പണി വരാന്നറിയില്ല. പക്ഷെ കൊടുക്കും, ഞാൻ കൊടുക്കും. കാരണം അത് അവര് അറിയില്ല, ഒരിക്കലും അറിയില്ല എങ്ങനെയാ അവർക്ക് അത് കിട്ടിയെന്ന്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. യെസ്, അമൽ സുരേന്ദ്രൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അപ്പോൾ ഈ ഇവോക്ക എഡ്യൂടെക് നടത്തിയത് കോടികൾ തട്ടിപ്പാണെന്ന് പറഞ്ഞു. എന്താണ് ഇവരുടെ തട്ടിപ്പിന്റെ ഒരു രീതി? ഇപ്പോൾ ഈ വാർത്ത എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഈ ഭീഷണി സന്ദേശം അത് ഈ രമിത്തിന്റെ ഭാര്യ അയച്ചതാണ്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ 24 രാത്രിയിലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ഇതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളും മറ്റും നമുക്ക് പല കോണുകളിൽ നിന്ന്, അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. അതേ തുടർന്ന് ഈ വിഷയത്തിൽ കുറെ കൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് നമുക്ക് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതും ഈ വാർത്ത പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവോക്ക എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. പക്ഷേ ഈ കമ്പനിയുടെ മറവിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ മറവിൽ കോളേജുകളിലും മറ്റും, അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽപ്പെട്ട പല കോളേജുകളിലും എത്തി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നൽകാം എന്ന് വാഗ്ദാനം നൽകി അവരുടെ ഡേറ്റ കളക്ട് ചെയ്ത് പിന്നീട് ഇവർക്ക് ഇന്റേൺഷിപ്പ് പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുകയും ഇവരിൽ നിന്ന് ഫീസ് ഇനത്തിൽ ഒരു ചെറിയ തുക ആദ്യം വാങ്ങുകയും പിന്നീട് തങ്ങളുടെ കമ്പനിയിൽ നിക്ഷേപം തരാം, ഈ നിക്ഷേപം നിങ്ങൾ നടത്തിയാൽ ഇതിൽ നിന്ന് അമിത ലാഭം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് വൻ തുകകൾ പലപ്പോഴായി ഈടാക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ തുകകൾ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞ ലാഭം കിട്ടാതെ വന്നപ്പോഴൊക്കെ ഈ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ നിക്ഷേപിച്ച വ്യക്തികളും എല്ലാം ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പലതരത്തിലുള്ള ഒഴിവ് ന്യായങ്ങൾ പറഞ്ഞ് മാറുന്ന സ്ഥിതി ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടത് രമിത്ത് ചിഞ്ചു KS എന്നീ 2 പേരാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമകളായി നിലനിൽക്കുന്നത്. ഇവരിൽ 2 പേരും ദമ്പതികളാണ്. ഇവർ പലപ്പോഴായിട്ട് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുകയും ചിഞ്ചു അഞ്ജന എന്ന ഒരു വ്യാജ പേരോട് കൂടിയാണ് ഇവരെയെല്ലാം, ഈ വിദ്യാർത്ഥികളെയെല്ലാം സമീപിച്ചിരുന്നത്. ഈ അഞ്ജന എന്നത് ഇവരുടെ വ്യാജ പേരാണെന്ന് വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിഞ്ഞപ്പോൾ മുതലാണ് ഇവർക്ക് സംശയങ്ങൾ തുടങ്ങിയത്. പിന്നീട് ഈ വിദ്യാർത്ഥികളെയും നിക്ഷേപകരെയും എല്ലാം ചേർത്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ സജ്ജീകരിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പിന്നീട് ഇവരുടെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവന്നത്. ഏതായാലും ഇപ്പോൾ രമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരാതികൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്.